ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ചു പേർക്ക് അറിയുന്നത് പോലെ, കഴിഞ്ഞ പല വർഷങ്ങളായി ISRO പെൻഷനേഴ്സ് അസോസിയേഷൻ ജീവനക്കാരുടെയും റിട്ടയർ ചെയ്തവരുടെയും പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയാണ്. 2018 ഫെഡറേഷൻ ഫോം ചെയ്തു. ഈ ഫെഡറേഷന്റെ സമ്മേളനങ്ങൾ കൂടുന്നത് 2 വർഷത്തിലൊരിക്കലാണ്. എന്നാൽ എല്ലാ 6 മാസവും കൂടുമ്പോൾ ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓരോ സെൻറ്ററിൽ വെച്ച് കൂടാറുണ്ട്. ഹൈദരാബാദിൽ വെച്ച് നടത്താറുണ്ട്, അഹമ്മദാബാദിൽ വെച്ച് നടത്താറുണ്ട്, ശ്രീഹരിക്കോട്ടയിൽ വെച്ച് നടത്താറുണ്ട്. ഇതിൻ്റെ ഭാരവാഹി യോഗം, ഓഫീസ് ബേറേഴ്സ് മീറ്റിംഗ് ബാംഗ്ലൂർ വെച്ച് നടത്താറുണ്ട്. എന്നിട്ട് 2 വർഷം തികയുമ്പോൾ ഇതിൻ്റെ ജനറൽ കൗൺസിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തുക. കാരണം ഇപ്പോഴുള്ള സൗകര്യം വെച്ചുകൊണ്ട് ഈ ജനറൽ കൗൺസിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സിന് അക്കോമഡേഷനും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഗംഭീരമായ സമ്മേളനം നടത്താനും തിരുവനന്തപുരത്തെ സംഘടനയ്ക്ക് കഴിയുള്ളൂ. തിരുവനന്തപുരത്തെ VSSയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. VSSC മാനേജ്മെന്റും LPSC മാനേജ്മെന്റും ഒക്കെ അത്തരം കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ വിധത്തിൽ വളരെ സജീവമായിട്ട് സമ്മേളനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഓരോ സെന്ററിലുമുള്ള വിവിധ വിഷയങ്ങൾ ഈ ഫോറങ്ങളിൽ ഉന്നയിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ നമ്മൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലിരിക്കുന്ന എത്ര പേർക്ക് അറിയുമെന്ന് അറിഞ്ഞുകൂടാ, ISROയെ സംബന്ധിച്ചിടത്തോളം 2023 മെയ് 1-ാം തീയതി മുതൽ മെയ് 1-ാം തീയതിയിലെ ഡേറ്റ് വെച്ച് ഒരു ഓർഡർ ഇറങ്ങിയിരുന്നു. CHSSന്റെ കോൺട്രിബ്യൂഷൻ 10 വർഷം എന്നുള്ളത് 20 വർഷത്തേക്ക് കൊടുക്കണമെന്നും, നേരത്തെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവര് 70 വയസ്സാകുമ്പോൾ അവർ നേരത്തെ കൊടുത്തതിന്റെ അത്രയും കൂടെ കൊടുക്കണം. എന്നിട്ട് 80 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 20% അഡീഷണൽ പെൻഷനും അതിൻ്റെ DAയും കൂടെ ചേർത്തുകൊണ്ട് അതിൻ്റെ 1% വെച്ച് മറ്റൊരു 10 വർഷത്തേക്ക് കൂടി കൊടുക്കണം. അപ്പോൾ 60-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ 10 വർഷത്തേക്കുള്ള കൊടുക്കുന്നു. പിന്നെ അത് 20 വർഷം ആക്കിയപ്പോൾ 80 എന്നിട്ട് പിന്നെ 80-ൽ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തിൻ്റെ വിഹിതം കൊടുത്തുകൊണ്ട് പിന്നെ ഒരു 10 വർഷത്തേക്ക് കൊടുക്കണം. അപ്പോൾ 90 വയസ്സ് വരെ നിങ്ങൾ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ഒരവസ്ഥാവിശേഷത്തിൽ ഒരു ഓർഡർ ഇറങ്ങിയിരുന്നു, DOSന്റെ ഒരു ഓർഡർ. ആ ഓർഡർ ഇറങ്ങിയ ഉടൻ തന്നെ ISRO പെൻഷനേഴ്സ് അസോസിയേഷനും ഫെഡറേഷൻ ഓഫ് ISRO DOS റിട്ടയറീസ് അസോസിയേഷനും ഫെഡറയും കൂടെ സംയുക്തമായി അതിനെതിരെ ഒരു നീക്കം നടത്തി. നമ്മൾ ഇവിടെ നിന്ന് ഒരു ടീമായി പോയി ചെയർമാനെ കാണാൻ പോയി. ചെയർമാൻ പറഞ്ഞു ചെയർമാന് സമയമില്ല എന്ന് പറഞ്ഞു. നമ്മളവിടെ ഏകദേശം ഒരാഴ്ചയോളം താമസിച്ച് ചെയർമാൻ്റെ സൗകര്യത്തിന് നമ്മൾ ചെയർമാനെ കാണുകയും ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചെയർമാനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഒന്ന്, നമ്മൾ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ കൊടുത്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഓർഡർ വരുമ്പോൾ അവരെ ബാധിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 20 വർഷത്തെ കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് പറയുന്നത് യുക്തിരാഹിത്യമാണ്. മാത്രമല്ല, സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞു. അപ്പോൾ പല
ആ കാലഘട്ടത്തിൽ ഒരു 3 മാസം റിട്ടയർ ചെയ്ത പലരുടെയും കയ്യിൽ നിന്ന് 20 വർഷത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ അവർ കളക്ട് ചെയ്യുകയും ചെയ്തു. ഡയറക്ടർ ലെവലിലുള്ളവർ വരെ ഇത്രയും കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വന്നു. നമ്മൾ ചെയർമാനെ കണ്ടു, ഇതിൻ്റെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് സോമനാഥ് സാറിനെ കണ്ട് വളരെ കൃത്യമായി അദ്ദേഹത്തെ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ നിർദ്ദേശങ്ങൾ പിൻവലിക്കാൻ തയ്യാറായി. അതിൻ്റെ ഓർഡർ വന്നത് ജൂലൈ മാസത്തിലാണ്. അപ്പം മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസവും റിട്ടയർ ചെയ്തവര് 20 വർഷത്തേക്ക് കൊടുക്കേണ്ടി വന്നു. ഈ ഓർഡർ വന്നതിന് ശേഷം അവർക്ക് അവരുടെ തുക തിരികെ കൊടുത്തു. അധികമായി പിടിച്ച തുക തിരികെ കൊടുക്കുകയുണ്ടായി. ശ്രീ ഉമാമഹേശ്വരനെ പോലുള്ളവരൊക്കെ പേഴ്സണലായിട്ട് വിളിച്ച് നമ്മുടെ നന്ദിയും പറഞ്ഞു. കാരണം ഏകദേശം 8 ലക്ഷത്തോളം രൂപ അദ്ദേഹം കൊടുക്കേണ്ടി വന്ന് റിട്ടയർ ചെയ്തപ്പോൾ അതിൽ 4 ലക്ഷത്തോളം അടുപ്പിച്ച് അദ്ദേഹത്തിന് തിരികെ കിട്ടുകയും ഉണ്ടായി. അപ്പം നമ്മുടെ പ്രവർത്തനം കൊണ്ട് റിട്ടയർ ചെയ്തവർക്ക് മാത്രമല്ല, സർവീസിലുള്ളവരുടെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വിധത്തിൽ കാരണം മറ്റൊന്നുമല്ല, സർവീസിലുള്ളവർക്ക് വരുന്ന നിയമങ്ങൾ തന്നെയാണ് റിട്ടയർ ചെയ്തവർക്കും ബാധകമാകുക. അതുകൊണ്ട് നമ്മൾ പരസ്പര പൂർവമായിട്ട് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ റീവാമ്പിംഗ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇവിടെ 2 സംവിധാനങ്ങളുണ്ടായിരുന്നു. ആനുവൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാം 10 വർഷത്തേക്ക്. 10 വർഷം ആനുവൽ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ അവർ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ കൊടുത്തതായി കണക്കാക്കി അവർക്ക് ലൈഫ് ടൈം CHSS കാർഡ് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ആനുവൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നവർക്ക് അവർ മരിക്കും വരെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. ഓരോ വർഷവും കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ 2 അഡീഷണൽ DA വരുന്നതും കൂടെ ചേർത്ത് അതിൻ്റെയും കൂടെ വിഹിതം കോൺട്രിബ്യൂഷനായി കൊടുക്കണം. ഇത് നമ്മൾ ഏകദേശം 1.5 വർഷം ഫൈറ്റ് ചെയ്തു. ഇത് യുക്തിരാഹിത്യമാണെന്ന് പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, 2 സംവിധാനം നിലവിലുണ്ടായിരുന്നത് കൊണ്ട് ആണ് ഈ ആനുവൽ കോൺട്രിബ്യൂഷൻ അവർ ആപ്റ്റ് ചെയ്തത്. അവർക്ക് അല്പം ചുഴിഞ്ഞ ബുദ്ധി ഉണ്ടായിരുന്നിരിക്കാം. ഞങ്ങളുടെ കാശ് എന്തിനാ 10 വർഷത്തേക്കുള്ള നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നത്? ഓരോ വർഷം കൊടുത്താൽ ബാക്കി കാശ് ബാങ്കിൽ കിടന്നാൽ അതിൻ്റെ പലിശയെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ അവർ പെട്ടുപോയി. മരിക്കും വരെ കൊടുക്കണം. അവരോ അവരുടെ സ്പൗസോ ആ ഫാമിലിയിലുള്ള ഇതിന് പെൻഷൻ അർഹതയുള്ള അല്ലെങ്കിൽ CHS അർഹതയുള്ളവർ മരിക്കും വരെ കൊടുക്കണമായിരുന്നു. അതും നമ്മൾ നിരന്തരമായിട്ട് ശ്രമിച്ചിട്ട് അത് പിൻവലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി നടത്തുന്നതിൽ കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് മാർഗങ്ങൾ നോക്കിയിട്ട് വളരെ പെട്ടെന്നൊന്നും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിധത്തിലായിരുന്നില്ല. നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്ക് തുടങ്ങണം. നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഈ ഡയറക്ടർ വന്നപ്പോൾ ആദ്യം പറഞ്ഞ ഇതാണ്. അപ്പോൾ ആദ്യമൊക്കെ അതൊക്കെ ഇല്ല, ഒരുപാട് ചെലവ് വരുമെന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞു സാറ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ അവിടെ ഈ ഫിസിയോതെറാപ്പി 2 ക്ലിനിക്കിലും നടക്കുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു അത് ശരി തന്നെ, എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ചെലവ് കൂട്ടാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഫിസിയോതെറാപ്പി പോളി ക്ലിനിക്കിൽ തുടങ്ങിയിട്ടുണ്ട്, ഉടനെ കോളനി ക്ലിനിക്കിലും വരും. അതിൻ്റെ ഗുണം തൃശ്ശൂരുള്ളവർക്ക് മുഴുവനായി കിട്ടിക്കോണമെന്നില്ല. ഇപ്പോഴും ആഴ്ചയിൽ 3 ദിവസമേ ഫിസിയോതെറാപ്പി ചെയ്യാൻ പാടുള്ളൂ. അതിന് 2 ആഴ്ചത്തേക്ക് ഒരു പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഒന്നേന്ന് പറഞ്ഞാൽ പ്രോസസ്സ് തുടങ്ങണം. ഇങ്ങനെ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഓഫീസിൽ ഇരിക്കുന്നവർക്ക് മുകളിൽ നിന്നൊരു നിയമം വന്നാൽ അത് അതേപോലെ നടപ്പിലാക്കുക എന്നുള്ളതിലപ്പുറം അത് ജീവനക്കാരെ അല്ലെങ്കിൽ പെൻഷൻകാരെ എങ്ങനെ ബാധിക്കും, എത്ര ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. നമ്മളിൽ പലരും ചിലപ്പോൾ
സർവീസിൽ ഇരുന്നപ്പോ ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. കാരണം സർവീസിലുള്ളപ്പോ ഒരിക്കലും റിട്ടയർ ചെയ്യത്തില്ല എന്നുള്ള തോന്നല്. അതുകൊണ്ട് നമ്മുടെ ബോസുമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്ന ഓർഡറിന്റെ യുക്തി നോക്കാതെ നമ്മള് അതങ്ങ് നടപ്പിലാക്കി നമ്മുടെ ബോസുമാരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പൊ വന്നാലും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സ്ഥിതിവിശേഷം മാറണം. മാത്രമല്ല, അവിടുത്തെ പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ ഏറ്റവും താഴേക്കടയിലുള്ളവർക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതൊരു വലിയ പരിധിവരെ ഇവിടെയും ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറിനോ മൂന്നൻ സാറിനോ എന്തെങ്കിലും ഒരു വിഷയം വന്നിരുന്നാൽ അവർ ചിലപ്പോൾ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടവർ വിളിച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ പരിഹരിച്ചു എന്ന് വരും. ഒരു സഭായിവാലയോ ഗാർഡനറോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന ഒരു ടെക്നീഷ്യനോ ഒരു അറ്റൻഡന്റോ അതുപോലുള്ളവർക്ക് അങ്ങനെയുള്ള ആക്സസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്കിത് പരിഹരിക്കാൻ കഴിയില്ല. അവിടെയാണ് നമ്മുടെ സംഘടനയുടെ ആവശ്യം വരുന്നത്. സംഘടനയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു ഞാൻ വളരെ ഊർജ്ജസ്വലനായിരിക്കുന്നുവെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ പ്രായവും എൻ്റെ അവശതകളും ഒക്കെ വെച്ചുകൊണ്ട് സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ സമ്മതിക്കുന്നില്ല അതിന്. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഇപ്പം തന്നെ ഇവിടെ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഈ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഒരു ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അവസാനം കൈക്കൂലി കൊടുത്താണ് സാധിക്കേണ്ടി വന്നത്. നമുക്ക് താല്പര്യമുള്ളതല്ല, എങ്കിലും വന്നേ തീരുമെന്നുള്ള ഒരു നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ വരികയാണ് ചെയ്തത്. ആ വിധത്തിലാണ്. മാത്രമല്ല, ഫെഡറേഷൻ സംബന്ധിച്ചിടത്തോളം ഫെഡറേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ CPF ആപ്റ്റ് ചെയ്ത കുറച്ചു പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഏകദേശം 100-600-ൽ പരം അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും ഒരു 120ഓളം ടെക്നിക്കൽ സ്റ്റാഫും ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ കോടതിയിൽ പോയേക്കുവാണ്. കാരണം ആ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിലുള്ള പലർക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവര് GPF-ലാകേണ്ടതാണ്. കാരണം 1978 സെപ്റ്റംബർ 30 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഓർഡർ പ്രസിഡന്റ് അപ്രൂവലോടുകൂടി ഉണ്ടായിരുന്നു. ആ സെപ്റ്റംബർ 30 മുമ്പ് CPF ആപ്റ്റ് ചെയ്യാത്തവരെല്ലാവരും തന്നെ ഓട്ടോമാറ്റിക്കായി ഡീംഡ് ടു ബി GPF. ഇവരാരും സെപ്റ്റംബർ 30 മുമ്പ് ഓപ്ഷൻ കൊടുത്തവരല്ല. എന്നിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റിൽ നിന്ന് സാങ്ഷൻ മേടിക്കാതെ തന്നെ ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി 3 മാസം ഓപ്ഷന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഡിസംബർ 31 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഇതിനിടയ്ക്ക് കുറെ പേര് 600 പേര് ഓപ്ഷൻ കൊടുത്തു. അതിൽ അന്ന് ഉണ്ടായിരുന്ന കുറെ ഓഫീസർമാര്, പ്രത്യേകിച്ചും അക്കൗണ്ട്സ് ഓഫീസർമാര് അവരെയൊക്കെ നിർബന്ധിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിലും സ്വാർത്ഥതയുടെ അംശം ഉണ്ടായിരുന്നു. കാരണം അന്ന് പലിശ നിരക്ക് സൊസൈറ്റിയിൽ വളരെ കൂടുതലായിരുന്നു. 13% വരെ കിട്ടുമായിരുന്നു. അപ്പൊ ഈ കിട്ടുന്ന തുക മുഴുവനും കൊണ്ട് ഈ സൊസൈറ്റിയിൽ ഇട്ടാൽ ഇവർക്ക് കിട്ടുന്ന പെൻഷനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഞങ്ങളുടെ തുക എപ്പോഴും അനങ്ങാതെ അവിടെ തന്നെ കിടക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചു. കാലം കഴിഞ്ഞു, പെൻഷൻ ഒരുപാട് വർദ്ധിച്ചു. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിയാൽ, ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ബേസിക് പേയുടെ, സർവീസ് ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയ ബേസിക് പേയുടെ ഇരട്ടി എനിക്കിപ്പോ ബേസിക് പെൻഷനായിട്ട് കിട്ടുന്നു. സർവീസിലുള്ളപ്പോൾ കിട്ടിയിരുന്നതിന്റെ 50% പെൻഷനെ അർഹതയുള്ളൂ. DA ഒക്കെ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഇരട്ടി ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ നേരത്തെ CPF മേടിച്ചുകൊണ്ട് പോയ ഒരു ബുദ്ധിമുട്ടിലായി. ഒന്നത്. രണ്ടാമത്, അന്ന് 13% കിട്ടുമായിരുന്നത് ഇപ്പോ
7%, 6% ഒക്കെ ആയിട്ട് പലിശ കുറഞ്ഞു. ഇത് മാത്രമല്ല, ഇവര് CPF ഒരു നല്ല തുക കിട്ടുമ്പോൾ അവരുടെ മക്കള് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കള് അവരൊക്കെ എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ട് വരും. അവരെ സഹായിച്ചില്ല എങ്കിൽ അവർ പിണങ്ങും. സ്വന്തം മക്കള് തന്നെ വന്നേച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അത് അച്ഛൻ കാശ് തരണമെന്ന് പറയുന്നു. മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമ്മളത് കൊടുക്കും. അവര് ആ ഫണ്ട് വിനിയോഗിച്ചു, പക്ഷേ രക്ഷപ്പെട്ടില്ല. എന്ത് ചെയ്യാൻ നോക്കും? പെൻഷൻ ആയിരുന്നുവെങ്കിൽ ബാക്കി കിട്ടുന്ന കാശ് മക്കൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഈ CPF മേടിച്ചപ്പോൾ എല്ലാ തുകയും അവർക്ക് കൊടുത്തു. പിന്നെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഒരവസ്ഥാവിശേഷത്തിൽ വന്നു. ഇത് അരുത് നമ്മൾ പലരോടും പറഞ്ഞിട്ട് വളരെ വിദഗ്ധരായിട്ടുള്ള കുറച്ച് പേര് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെതിരായിട്ട് ഒരു വർക്ക് നടത്തി. ശ്രീരാമേന്ദ്രൻ അറിയാം, അദ്ദേഹം അന്ന് സംഘടനയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിനും അറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവർ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമായതുകൊണ്ട് നമ്മൾ ആ വിഷയം ടേക്കപ്പ് ചെയ്യുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം ഒരു ചെറിയ സന്തോഷ വർത്തമാനമുള്ളത്, PRL-ലുണ്ടായിരുന്ന കുറേ പേര് കോടതിയിൽ പോയി. അവർക്ക് 10 വർഷത്തിന് മുമ്പേ ഗുജറാത്ത് ഹൈക്കോടതി അനുകൂലമായ വിധി കൊടുത്തു. അതിനുശേഷം അതിനെതിരെ ഡിപ്പാർട്ട്മെന്റ് അപ്പീൽ പോയി. 10 വർഷം പല കാരണങ്ങളോട്ട് നീണ്ടു പോയിട്ട് ഇപ്പൊ അവർക്ക് അനുകൂലമായ വിധി വന്നു. സുപ്രീം കോടതി റിട്ട് റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് റിട്ട് റിജക്റ്റ് ചെയ്തതല്ല, അത് അത് എതിരായിട്ട് വിധി പ്രസ്താവിച്ചു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഇപ്പൊ അതിന്റെ ആനുകൂല്യം കിട്ടുന്നു. ഇതുവരെ കിട്ടി തുടങ്ങിയില്ല, അവർക്ക് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുകൂലമായ വിധി അത് എത്രയും പെട്ടെന്ന് അവർക്ക് ആ കാശ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതേപോലെ തന്നെ DA-യിലും സമാനമായ ഇതുണ്ടായിരുന്നു. അവിടെയും CPF GPF പ്രശ്നം ഉണ്ടായിരുന്നു. അത് ടേക്കപ്പ് ചെയ്തു. അത് ടേക്കപ്പ് ചെയ്തതിന്റെ ഇതിൽ അവർക്കും അനുകൂലമായ വിധി വന്നു. ഇതൊക്കെ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിലും ആളുകളെ സഹായിക്കാൻ ഒക്കും. മൊത്തം ISRO-യില 10-20,000 പേര് ഇപ്പം നോക്കുമ്പോൾ സർവീസിലും റിട്ടയർ ചെയ്തതിലുമുള്ള 20,000 പേരുടെ കൂട്ടത്തിൽ ഒരു 600-700 എണ്ണം അംഗസംഖ്യ, ഒരു വലിയ അംഗസംഖ്യ അല്ലെങ്കിലും ആ 700 കുടുംബങ്ങളുടെ അതിദാരുണമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ പൈസയൊക്കെ സ്വരൂപിച്ച് നമ്മൾ കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ LTC കേസ് ഉണ്ടായിരുന്നു, അതും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തു. LTC കേസിൽ അവര് എന്തൊക്കെ ന്യായം പറഞ്ഞാലും CHSS-ന്റെ റീഇംബേഴ്സ്മെന്റ് തടഞ്ഞു വെച്ചത് അന്യായമാണെന്നുള്ള ഒരു വിധി ഹൈക്കോടതി എറണാകുളം കാറ്റിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ച കാശ് മുഴുവൻ അവർക്ക് തിരികെ കൊടുക്കുകയുണ്ടായി. ഇപ്പൊ നാഷണൽ ഇൻക്രിമെന്റിന്റെ കാര്യത്തിലും നമ്മൾ കേസിന് പോയി. അതിന്റെ ഇടയ്ക്ക് ഗവൺമെന്റ് ഒരു ഓർഡർ വന്നു. അത് വെച്ചുകൊണ്ട് 2023 മെയ് മുതൽ അത് കൊടുക്കാൻ തീരുമാനിച്ചു. അത് കുറെ പേർക്ക് നാഷണൽ ഇൻക്രിമെന്റിന്റെ ബെനിഫിറ്റ് കിട്ടി. പക്ഷെ അതിന്റെ അരിയർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കേസിന് പോവുകയാണ്. അങ്ങനെ ജീവനക്കാരെ ദൈനംദിനം ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ഇപ്പൊ CHS-ഉമായിട്ട് തന്നെ വിഷയങ്ങളുണ്ട്. ഇപ്പൊ ക്രെഡിറ്റ് ഫെസിലിറ്റീസിൽ ഫാർമസീസിൽ നിന്ന് മെഡിസിൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓർഡർ ഇറങ്ങി. പക്ഷെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടില്ല. അത് കാരണം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ഏരിയയിലും ഓരോ ഫാർമസി കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് 15% ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പം അതിൽ കൂടുതൽ കൊടുക്കാൻ തയ്യാറായി വന്നപ്പോൾ 20-25% ഡിസ്കൗണ്ട് വേണമെന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ ആ ഒരു റേറ്റിൽ വന്നില്ല എന്ന് വെച്ചുകൊണ്ട് ചില മേഖലകൾ ഒഴിവാക്കി തീർന്നാൽ അവിടെയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. ബാക്കിയുള്ളവരൊക്കെ സന്തോഷമായിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് പോവുകയും അത് കിട്ടാത്ത മേഖലകളിലുള്ളവർ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് വിപുലപ്പെടുത്തണം എന്ന് നമ്മൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്.
ഇപ്പോഴും ഒരു അഡ്വർടൈസ്മെന്റ് വന്നു, ചില മേഖലകളിൽ പിന്നെ തയ്യാറുള്ളവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചില മേഖലകളെന്ന് പറയാതെ കുറെ കൂടെ വിപുലമായിട്ട് പോയാൽ നമ്മളിപ്പം മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കുക. 15% 20% അവര് ഒരു 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 ഫിക്സഡ് റേറ്റ് ഫിക്സ് ചെയ്തിട്ട് അത്രയും കുറച്ച് തരുന്ന എല്ലാ ഫാർമസികൾക്കും കൊടുക്കുക. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. ഇത് ഒരിടത്ത് ഒരു ഫാർമസിക്ക് കൊടുക്കുള്ളൂ എന്നുള്ള ഒരു പിടിവാശി മാനേജ്മെന്റ് ഭാഗത്ത് വന്നിട്ടുണ്ട്. അതിന് അവർ പറയുന്നത് 15% കുറച്ച് വരുമ്പോൾ അവർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നാണ്. ആ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കേണ്ട നമ്മുടെ ആവശ്യമില്ല. അവര് വളരെ കൃത്യമായി തന്നെ അവർ ബിസിനസ് പിടിച്ചോളും. അവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അത് നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിപുലമായ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ തന്നെ നമ്മുടെ ദന്തലിന് പ്രത്യേക ഇപ്പോൾ അമലയിലും മദറിനുമുള്ള ഡെന്റൽ ഡോക്ടേഴ്സ് അത്ര മെച്ചമായ സർവീസ് അല്ല തരുന്നത്. അതുകൊണ്ട് ഒരു ഡെന്റൽ പിന്നെ ഡോക്ടറെ പ്രത്യേകം ഡെന്റൽ ഹോസ്പിറ്റൽ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. APPയിൽ തന്നെ നമുക്കിപ്പോൾ പലർക്കും പോയി അവിടെ ദീപേന്ദ്ര സാർ കേൾക്കാൻ കൂടെയാണ്. APPയിൽ ഇപ്പോൾ പലരും പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷയത്തിൽ ഒരു സംശയം തോന്നിയാൽ അവിടെ പോയി അന്വേഷിക്കാൻ കഴിയത്തില്ല, ഫോണിൽ വിളിച്ചാൽ ആളെ കിട്ടില്ല. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെച്ച ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എന്താണേലും ISRO ജീവനക്കാരായിരുന്നവരാണ് പോണത്. അവര് പിന്നെ ഈ എന്താ പറയുക, ഭീകരവാദികളെ പോലെ കാണാതെ അവർക്ക് അവരുടെ ഓഫീസിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കണം. അതിപ്പോൾ അവർക്ക് അകത്തോട്ട് പോകാൻ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല എല്ലാവരും അയച്ചേ തീരുമെന്ന്. പക്ഷേ CHSുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റിയുടെ റൂമിനടുത്ത് ഒരു റൂം തയ്യാറാക്കി അവിടെ അഡ്മിനിസ്ട്രേഷനിലും അക്കൗണ്ട്സിലുള്ള ആരെങ്കിലും ഇരുത്താനുള്ള ഒരു സംവിധാനം ചെയ്തു തന്നാൽ അത് നന്നായിരിക്കും. ആ ഒരു വിധത്തിൽ അവർക്ക് പ്രശ്നം പരിഹരിക്കാം. ഇപ്പം മറ്റൊന്നും അല്ല സാർ, ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്തവര്, ഞങ്ങളുടെ ജൂനിയറായിട്ട് ജോലി ചെയ്തവര്, ഞങ്ങൾ ജോലി ചെയ്തവരൊക്കെ ഞങ്ങൾക്കൊന്ന് പോയി എപ്പോഴെങ്കിലും, എല്ലായ്പ്പോഴും കയറി പോകുന്നില്ല, വർഷത്തിലൊരു തവണയെങ്കിലും അവിടെ പോയി എല്ലാം ഒന്ന് കാണണമെന്നൊക്കെ തോന്നി തീർന്നാൽ അത് പാടില്ല. നിങ്ങൾ പിന്നെ കോൺട്രാക്ട് എംപ്ലോയിയോ കാഷ്വൽ എംപ്ലോയിയോക്കാളും അവരെയൊക്കെ അകത്ത് നിർത്തിയാലും നിങ്ങൾ അകറ്റി നിർത്തേണ്ടവരാണെന്നുള്ള ഒരു ചിന്താഗതി മുകളിലിരിക്കുന്നവർക്ക് നിൽക്കുന്നു. അതിനവർ പറയുന്ന ന്യായം IBയുടെ ഇൻസ്ട്രക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ആളുകളെ എങ്ങനെ ബാധിക്കും, അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉന്നത നിലവാരത്തിലുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം. പക്ഷെ എനിക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംശയങ്ങളോ ചോദ്യങ്ങളോ വന്നു പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാനായിരിക്കും എനിക്ക് കൂടുതൽ താല്പര്യം. എന്തായാലും ഇപ്പോൾ നമ്മളെ എല്ലാവരെയും ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. മണി ബില്ലിന്റെ കൂട്ടത്തിൽ ഒരു വാലിഡേഷൻ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാലിഡേഷൻ ബില്ലിൽ പറയുന്ന 1982 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ജീവനക്കാരും പെൻഷൻകാരും ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവർക്ക് പെൻഷൻകാരാണെന്നും വെച്ചുകൊണ്ട് അവരെ തള്ളേണ്ട കാര്യമില്ല. അവരുടെ ആരോഗ്യമുള്ള കാലത്ത് മുഴുവനും ആ സർക്കാരിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു അന്തസ്സായ റിട്ടയർമെന്റ് ലൈഫ് കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിയമം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ പേ കമ്മീഷനുകളിൽ 4, 5, 6, 7 പേ കമ്മീഷനുകളിൽ എന്തെങ്കിലും ആനുകൂല്യം ജീവനക്കാർക്ക് കൊടുക്കുമ്പോൾ നമുക്കും കിട്ടുമായിരുന്നു. ഇപ്പോ ആ വാലിഡേഷൻ ബില്ല് പറഞ്ഞേക്കുന്നത് അതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഗവൺമെന്റ് നിക്ഷിപ്തമാണെന്നാണ്. അപ്പൊ നേരത്തെ ഉള്ള ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അസ്ഥിരപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് ഇത്. പലരും പാർലമെന്റിൽ ഉന്നയിക്കുകയും ഗവൺമെന്റിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല എന്ന് പറയുന്നു.
പക്ഷെ പിന്നെ എന്തിനു ഇവർ ഈ ധൃതി പിടിച്ച് ഈ വാലിഡേഷൻ ബില്ല് ഇതിന്റെ ഇടയ്ക്ക് പാസ്സാക്കി എടുത്ത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്? അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ പെൻഷൻകാരെ ദോഷകരമായി ബാധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം അതിൽ അവർ തീരുമാനം എടുത്താൽ മതി. ഇപ്പം തന്നെ പേ കമ്മീഷന്റെ 8ാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ അവർ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മേടിക്കുന്നവര് പെൻഷൻ ഫണ്ടിലേക്ക് ഒരു പൈസ പോലും കൊടുക്കാത്തവരാണ്. അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പേ കമ്മീഷൻ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ പെൻഷൻകാർക്കും ഒരേ വിധത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും തരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനെതിരായി പല പ്രക്ഷോഭ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ താലൂക്കുകളിലും നടന്നു, ജില്ലകളിൽ നടന്നു, സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു രാജ്ഭവൻ മാർച്ച് നടത്തി. ISRO പെൻഷനേഴ്സ് അസോസിയേഷന്റെ 300-ഓളം പേര് ആ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കുകയുണ്ടായി. ഡൽഹി മാർച്ച് നടത്തി. വീണ്ടും അതിന്റെ പരിപാടികളുമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും ഭരണഘടനാ ബെഞ്ചിന് ഒരു കേസ് കൊടുത്തേക്കുവാണ്. ആ കേസ് ഇപ്പോ പല കേന്ദ്ര സംഘടനകളും നമ്മൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള CGPA, NCCPA ഉള്ള തുടങ്ങിയ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ആ കേസ് കൊടുത്തേക്കുന്നത്. ആ കേസ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നവംബർ മാസത്തിൽ അത് അഡ്മിറ്റ് ചെയ്തു. ഗവൺമെന്റ് നോട്ടീസ് അയച്ചേക്കുവാണ്. അപ്പൊ ഇനിയിപ്പോ അത് വാദത്തിന് വരുന്നെങ്കിൽ അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വരിക. നേരത്തെ 5-അംഗ ബെഞ്ചായിരുന്നുവെങ്കിൽ ഇനിയിപ്പോ 7-അംഗ ബെഞ്ച് വന്ന് ഈ ഗവൺമെന്റിന്റെ ബില്ല് പിന്നെ അസാധു ആക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ നിയമപരമായിട്ടും അല്ലാതെയുമുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ജനുവരി 9-ാം തീയതി ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ പല മാർച്ചുകളും സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മുടെയൊക്കെ ഭാഗഭാഗിത്വം ഉറപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. നമുക്കൊരു ആറ്റിറ്റ്യൂഡുണ്ട് നമ്മളിൽ പലർക്കും. അതായത് ഇതൊക്കെ അവർ ചെയ്തോളും, കിട്ടുമ്പോ നമുക്കും കിട്ടും, പിന്നെ നമ്മളെന്തിനു വേണ്ടി മെനക്കിടണം? അവരൊക്കെ പോട്ട്, ഒരു ജോലിയും ഇല്ലാത്തവർ പോട്ട്. നമുക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഒരു മിനിറ്റ് നമുക്ക് ചുമ്മാ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോ ദിവന്തൻ സാർ പറഞ്ഞ പോലെ എഴിച്ചു നടക്കാൻ വയ്യാത്തവര്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്വയം കണ്ടുപിടിച്ച് പറയുന്നവരൊക്കെ ഉണ്ട്. അത് സ്വയം കണ്ടുപിടിക്കുന്നതാണ് പലതും. ഇപ്പൊ നമുക്ക് ഒരു കല്യാണം വന്നാൽ നമ്മൾ പോകാതിരിക്കത്തില്ല, ഒരു മരണം വന്നാൽ പോകാതിരിക്കത്തില്ല. അമ്പലത്തിലും പള്ളിയിലും പോകാത്ത എത്ര പേരുണ്ട് അസുഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട്? അപ്പോ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പോകാൻ നമുക്ക് മനസ്സുണ്ട്. ഈ പൊതുക്കാര്യങ്ങള് നമുക്ക് മനസ്സില്ല, അതുകൊണ്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് സാറ് പറഞ്ഞ ഒരു പ്രാധാന്യം വരുന്നത്. കാരണം നിങ്ങളിപ്പോ ഫിസിക്കലായിട്ടല്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി. കഴിഞ്ഞ സമ്മേളനത്തില്, കഴിഞ്ഞ ISRO പെൻഷനേഴ്സ് അസോസിയേഷന്റെ 20-ാം വാർഷിക സമ്മേളനത്തില് ചെയർമാനും ഡോക്ടർ PP കാലയും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ പുസ്തകങ്ങൾ എഴുതാൻ ഒക്കുമെങ്കിൽ എഴുതാൻ പറഞ്ഞുകൊണ്ടാണ് അവർ നിർദ്ദേശിച്ചത്. കാരണം നമ്മൾ ചുമ്മാ, ഇപ്പോ ദീപേന്ദ്രൻ സാർ പറഞ്ഞ പോലെ, നമ്മൾ ചുമ്മാ ഇരുന്നാൽ നമുക്കില്ലാത്ത രോഗങ്ങൾ വരും. നമ്മൾ ശാരീരികമായ അവസ്ഥയെക്കാളും മാനസികമായ അവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ ചെന്നെത്തുന്നത്. അത് മാറി മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചെറിയ അസുഖങ്ങളൊന്നും നമുക്ക് കണ്ടില്ല എന്ന് വെക്കാം. ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നടുവിലൊരു വലിയ ബെൽറ്റും ഒക്കെ ഇട്ട് വെച്ചാണ്. അതിന്റെ മുകളിൽ കൂടെ ഷർട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവത്തില്ല. ഇതുവരെ ഉണ്ട്. ഞാൻ ബാത്റൂമിലൊന്ന് വീണതാണ്, നട്ടലിനേറിയ കുഴപ്പമുണ്ട്, അതൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഇടത്തെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, എൻ്റെ വലത്തെ കാലിൽ കമ്പി കിടപ്പുണ്ട്. ദിവസം 2 നേരം പിന്നെ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. പല പ്രാവശ്യം കടലിൽ മരുന്ന് കഴിക്കണം. ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഇതൊക്കെ വേണമെന്ന് തോന്നിയാൽ അത് നടക്കും.
നമ്മുടെ ചെറിയ അസുഖങ്ങൾ വലുതായി കാണാതിരിക്കുക. ശാരീരികമായി ചെറിയ അസുഖം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് മാനസികമായും ഒരു അസുഖമായിട്ട് മാറ്റിയെടുക്കാതെ നമ്മൾ എന്തായാലും, നിങ്ങൾ ഇനി എങ്ങനെ വീട്ടിനകത്ത് എല്ലാ മക്കളും കൂടിയിരുന്ന് ശുശ്രൂഷിച്ചാലും ഒരു ദിവസം മരണമുണ്ട്. അത് സത്യമായ കാര്യമാണ്. മാനസികമായി മരണം വരുമ്പോൾ വരട്ടെ, അതുവരെ ഞാൻ പ്രവർത്തിക്കുമെന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തുകൊണ്ട് ആ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോയി തീർന്നാൽ മരണം പോലും നമ്മളെ വിട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം വരും പല കാലത്തേക്ക്. അതിന് നമ്മൾ ഓരോരുത്തർ തയ്യാറാവണം. മരിക്കാൻ വേണ്ടി കാത്തു കിടക്കേണ്ട കാര്യമില്ല. മരണം വരുമ്പോൾ വരട്ടെ. പിന്നെ ചിലരൊക്കെ പറയും, മക്കൾ പറയും, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത്, വെളിയിൽ ഇറങ്ങിയാൽ വണ്ടി തട്ടും, അല്ലെങ്കിൽ കുഴിയിൽ വീഴും, അല്ലെങ്കിൽ കാല് തന്നും. ശരിയാണ്, ഇതൊക്കെ വീട്ടിൽ നിന്നാ സംഭവിക്കണില്ലേ? ഞാൻ ബാത്റൂമിൽ കുളിച്ചോണ്ട് വെക്കുമ്പോഴാണ് വീണത്. അപ്പോ ഇതൊക്കെ ഇതിന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് വരുന്നത് വരട്ടെ, നമ്മൾ അതുവരെ സന്തോഷമായിട്ട് പോവുക. നമ്മുടെ മനസ്സ് ഒരിക്കലും രോഗത്തിന് അടിയപ്പെടാതിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവശതകൾ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നാരായണ ഭട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആവുമായിട്ട് വന്നതല്ല. മേനോൻ സാർ ഇരിപ്പുണ്ട്, ആവുമായിട്ട് വരുന്നതല്ല. ഇതൊക്കെ നമുക്ക് വേണ്ടതാണോ തോന്നുന്നുണ്ടും മാത്രമല്ല, നിങ്ങൾ ഇത്രയും പേര് വന്നു ഇവിടെ, പരസ്പരം കണ്ടു. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് കാണുമോ? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഓരോരുത്തരെയും കാണാൻ ഒക്കുവോ? ഇല്ല. ഇതേപോലുള്ള ഒരു വേദി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും കാണാനും അവരുമായിട്ട് കുശലം പറയാനും പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാനും കഴിയും. അതിന് നമ്മൾ തയ്യാറാവണം, മനസ്സുകൊണ്ട് തയ്യാറാവണം. ഇവിടുത്തെ കമ്മിറ്റിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അവർ കൃത്യമായിട്ട് എല്ലാ മാസവും മീറ്റിങ്ങുകൾ കൂടുകയും അവർ ഈ മെമ്പർമാരുമായിട്ട് ഫോൺ വഴിയെങ്കിലും ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താൽ, ഈ ഇന്നത്തെ പാർട്ടിസിപ്പേഷൻ ഇതല്ല, ഇതിന്റെ ഇരട്ടി ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തരം കാര്യത്തില്. പക്ഷെ നമുക്ക് ആ കമ്മിറ്റിക്ക് താല്പര്യം വേണം. കമ്മിറ്റി താല്പര്യം എടുത്ത ആളുകളുമായിട്ട് ബന്ധപ്പെടണം. അതുകൊണ്ട് ആളുകൾക്കുള്ള എന്താണെന്ന് അറിയാം, ഓരോ മെമ്പർക്കും ആ കൂട്ടായ്മയിൽ ഒരു വിശ്വാസം വരും. എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ കൂടെ നിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യമാണ്. എനിക്കൊരു അസുഖം വന്നാൽ അവര് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ സുഖകരമായി നമുക്ക് നടത്താൻ കഴിയും, സന്തോഷകരമാക്കി തീർക്കാൻ കഴിയും. അതിന് നമുക്ക് കഴിയണം. അല്ലാതെ ഈ കമ്മിറ്റി മെമ്പർമാർ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 2 വർഷത്തിലൊരിക്കൽ അവരെ എല്ലാവരും ഒരിടത്ത് വിളിച്ചു കൂട്ടി അവരെ ഇന്ന് കാശ് മേടിച്ച് അവർക്കൊരു ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്കുക എന്നുള്ളതിൽ ചുരുങ്ങാതെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് രോഗിയായിട്ട് കിടന്നാൽ നമ്മളൊന്ന് പോയി അവരെ സന്ദർശിച്ചാൽ എന്താണ് കുഴപ്പമുള്ളത്? നമ്മുടെ എല്ലാ തിരക്കിന്റെയും കൂട്ടത്തിൽ അതും നടക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മളോടൊരു മാനസികമായ അടുപ്പം വരും. അവരെ മടി പിടിച്ചിരിക്കുന്നവരെ കുത്തികളാക്കി കൊണ്ടുവരാം നമുക്ക്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുവാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെങ്കിലും നമ്മുടെ ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. ഫെഡറേഷൻ പേ കമ്മീഷന്റെ ഇതൊക്കെ ആണെങ്കിലും പേ കമ്മീഷനിൽ നമുക്ക് വല്ലതും കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി ചില നിർദ്ദേശങ്ങളൊക്കെ പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ നിർദ്ദേശങ്ങൾ പേ കമ്മീഷന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ പ്രവർത്തനങ്ങളിൽ ഇവിടെ പിന്നെ തൃശ്ശൂർ സംഘടനയുടെ ആളുകളുമൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഓരോ 200 അംഗത്തിനും ഒരു പ്രതിനിധിയാണ് എക്സിക്യൂട്ടീവിൽ വരിക. ജനറൽ കൗൺസിലിന് ഓരോ 100 അംഗത്തിനും ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ജനറൽ കൗൺസിൽ മീറ്റിംഗിൽ ആളുകൾ പങ്കെടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള പരിപാടികളിൽ ഇവിടെ തൃശ്ശൂരുള്ള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവരവരുടെ സ്വന്തം പൈസ ചെലവാക്കിയിട്ടാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും അവർ വരികയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാം അതുകൊണ്ട് തന്നെ
അവർക്ക് നമ്മുടെ സംഘടന എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി അതൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയും. ബോധ്യപ്പെടുത്തുമ്പോൾ അംഗങ്ങൾക്കും താല്പര്യം വരും. ആ വിധത്തിൽ കുറെ കൂടെ സജീവമായ പ്രവർത്തനം നമുക്ക് നടത്താൻ നിൽക്കും. പിന്നെ ഇപ്പോൾ മാർച്ച് മാസം അവസാന വാരം, ഡേറ്റ് കൃത്യമായിട്ട് തീരുമാനിച്ചില്ല, ചെയർമാന്റെ ഡേറ്റ് കിട്ടണം. എങ്കിലും മാർച്ച് മാസം അവസാന വാരം ISRO പെൻഷനേഴ്സ് അസോസിയേഷന്റെ 11ാം ദ്വൈവാർഷികത്തോടനുബന്ധിച്ച് ഫെഡറേഷന്റെ ജനറൽ കൗൺസിൽ മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയാണ്. ഇപ്പൊ ഇവിടെയുള്ള അംഗസംഖ്യയിൽ ഞാൻ പറഞ്ഞല്ലോ